ചെറിയൊരു റിക്വസ്റ്റാണ് പലരുടെയും അടുത്തേക്കിത്. എന്താ വെച്ചാൽ, ഈ ലസിത പാലക്കൽ എന്ന് പറയുന്ന അമ്മായിനെ ഞാൻ മറ്റേ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ബ്ലോക്ക് ആക്കിയതാണ്. ലസിത പാലക്കൽ അമ്മായി മാത്രമല്ല, ഒരു ഹരിത, ഗിരീഷ് കുമാർ, മറ്റേ പ്രിയ, അതേപോലെ ലക്ഷ്മി കോണകത്ത് എന്നീ സ്ത്രീകളെയൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിട്ടതാണ്. അപ്പം ഇവരുടെയൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ വരുമ്പോഴേക്കും എന്നെ ഈ ഹാഷ്ടാഗ് ചെയ്യുന്ന പരിപാടി ഒന്ന് ദയവ് ചെയ്ത് നിർത്തണം. കാരണം ഈ ചൊറി പിടിച്ച നായ്ക്കളായിട്ടാണ് ഞാൻ ഈ സ്ത്രീകളെയൊക്കെ കാണുന്നത്. അതേപോലെ ഷെഫീന ബീബി, ഈ 5 സ്ത്രീകളെയും ഈ റോട്ടുമ്മ കിടക്കുന്ന ചൊറി പിടിച്ച നായ ഉണ്ടല്ലോ, അതിന് തത്തുല്യമായിട്ട്, കാരണം ആ നായനെ പിന്നെയും ഞാൻ റെസ്പെക്റ്റ് ചെയ്യും, അതിനേക്കാട്ടിലും മോശപ്പെട്ട സ്ത്രീകളാണ് ഇവർ. അപ്പോൾ ഇവരെ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യാനോ ഇവരെ ഞാൻ ബഹുമാനിക്കാനോ ഇവരുടെ കാര്യങ്ങൾ എനിക്ക് കേൾക്കാനോ താല്പര്യമില്ല. കാരണം ഭക്തരെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ലെവളുമാരാണ് ഇവർ. ഈ ഭക്തരായിട്ടുള്ള യഥാർത്ഥ മനുഷ്യർ, അതായത് കൃഷ്ണഭക്തരായിട്ടുള്ള യഥാർത്ഥ ആൾക്കാർ കൃഷ്ണൻ്റെ ഭക്തരെ കുറ്റം പറയില്ല എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഭക്തയോ കപടഭക്തയോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ എൻ്റെ കൈപ്പടയാല എന്ന് വെച്ചാൽ എൻ്റെ റൈറ്റ് ഹാൻഡാല 13 വർഷമായി കൃഷ്ണനെ വരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഭക്തയോ കപടഭക്തയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഒരു കൃഷ്ണൻ എന്ന് പറയുന്നൊരു ഫോട്ടോ, വെറുമൊരു എന്താ പറയുക, ഒരു അക്രലിക് ഷീറ്റിനെ ഞാൻ കൃഷ്ണൻ്റെ രൂപമാക്കി മാറ്റുന്നൊരു വ്യക്തിയാണ്. അപ്പം ഈ കൃഷ്ണൻ്റെ വേറൊരു പ്രത്യേകതയോട് ഞാൻ പറഞ്ഞു തരാം. കേട്ടറിവാണ്, എത്രമേൽ സത്യമാണെന്ന് എനിക്കറിയില്ല. കൃഷ്ണനെ ആരെങ്കിലും മനസ്സാൽ അറിയാതെ ഓർത്താലെങ്കിലും അവരുടെ കൂടെ കൃഷ്ണൻ പോവും എന്ന് കേട്ടിട്ടുണ്ട്. അത് കൃഷ്ണ ഭക്തിയുള്ള ആൾക്കാർ കൃഷ്ണൻ്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടതാണ്. അപ്പം ഞാൻ ഇത്രത്തോളം കാലമായിട്ട് കൃഷ്ണനെ വരയ്ക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾക്കാർ അവർ ഭക്തരാണോ അല്ലേ കപടഭക്തരാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം യഥാർത്ഥത്തിൽ ഉള്ള ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയായിരുന്നുവെങ്കിൽ അവരെന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കൂല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചൊറി പിടിച്ച നായകളെക്കാട്ടിലും തരം താഴ്ന്ന സ്ത്രീകളായിട്ട് അവരെ കണക്കാക്കുന്നത്. അതേപോലെ ചൊറി പിടിച്ച നായയിനെക്കാട്ടിലും തരം താഴ്ന്ന സ്ത്രീകളെ ആയിട്ട് ഇവരെ ഞാൻ കണക്കാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും നമ്മളെ ഫുട്പാത്തിലുള്ള ചളി ഉണ്ടല്ലോ, സ്മെല്ലടിക്കുന്നത്, ആ ചളിയായിട്ട് കണക്കാക്കുന്നൊരു വ്യക്തിയുണ്ട്, ശ്രീല പിള്ള. അവർ ഫുട്പാത്തിലുള്ള ചളി ഉണ്ടല്ലോ അതിനേക്കാട്ടിലും വൃത്തികെട്ട സ്ത്രീയാണ്. അപ്പോൾ ഇത്തരം കുറേ സ്ത്രീകളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. നിങ്ങളുടെയൊക്കെ ഓരോരോ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ന്യൂസ് ആരിലേക്കൊക്കെ എത്തിക്കണ്ട എന്നുള്ളത് എന്ന് വെച്ചിട്ട് ദയവ് ചെയ്തിട്ട് എന്നെ ഹാഷ്ടാഗ് ഇടരുത്. കാരണം എനിക്ക് ഈ പട്ടികൾ കുരയ്ക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ല. പട്ടികളായ കുരയ്ക്കും, കാരണം അവർക്ക് കുരച്ചേ ശീലമുള്ളൂ. അത് കേട്ടോണ്ടിരിക്കുമ്പം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം മൈഗ്രെയിൻ ഉള്ള ആൾക്ക് ഈ പട്ടികളുടെ കുരയൊക്കെ കേൾക്കുന്നത് വളരെ ഇറിറ്റേഷനായിട്ട് തോന്നും. അതുകൊണ്ട് ഇത്തരം സ്ത്രീകൾ, തരം താഴ്ന്ന സ്ത്രീകൾ, ഫുട്പാത്തിലെ ചളീനെക്കാട്ടിലും തരം താഴ്ന്ന, ചൊറി പിടിച്ച നായനെക്കാട്ടിലും തരം താഴ്ന്ന സ്ത്രീകളുടെ വീഡിയോസ് ദയവ് ചെയ്തിട്ട് എന്നെ ഹാഷ്ടാഗ് ഇടരുതെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റാണ്. ഓക്കെ.